ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഒരേ മനസ്സോടെ യോഗയിൽ ഒന്നിച്ച് ലോകം. അതിർത്തികൾക്കപ്പുറം യോഗ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രിക്കൊപ്പം യോഗാഭ്യാസത്തിൽ പങ്കെടുത്തത് 3 ലക്ഷത്തോളം പേർ. രാജ്യത്ത് 10 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളിൽ യോഗാ ദിന പരിപാടികൾ. കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി കൊച്ചിയിലും രാംദാസ് അഠാവലെ മലപ്പുറത്തും യോഗാ പരിപാടികളിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 290 ഇന്ത്യക്കാരെ കൂടി രാജ്യത്തെത്തിച്ചു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ. പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി യോഗ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യ അതിർത്തികൾക്കും ജീവിത പശ്ചാത്തലത്തിനും പ്രായത്തിനും കഴിവിനുമപ്പുറം യോഗ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ആന്തരിക സമാധാനം ആഗോള നയമായി മാറുന്ന ഈ ഘട്ടത്തിൽ ലോക മാനവികതയ്ക്കുള്ള യോഗ 2.0യുടെ തുടക്കം ഈ യോഗ ദിനം അടയാളപ്പെടുത്തട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत की संस्कृति हमें सिखाती है सर्वे भवन्तु सुखिनः, यानी सभी का कल्याण ही मेरा कर्तव्य है. मैं से हम की ये यात्रा ही सेवा, समर्पण और सह अस्तित्व का आधार है. यही सोच सामाजिक समरसता को बढ़ावा दे. साथियों, दुर्भाग्य से आज पूरी दुनिया किसी न किसी तनाव से गुजर रही. कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है. ऐसे में योग से हमें शांति की दिशा मिलती है. വിശാഖപട്ടണത്തെ RK ബീച്ചിൽ 3 ലക്ഷത്തിലേറെ പേർ പ്രധാനമന്ത്രിക്കൊപ്പം യോഗാഭ്യാസ പരിപാടികളിൽ പങ്കുചേർന്നു. ഭൂമിക്കും ഏകാരോഗ്യത്തിനുമായി യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഈ വർഷത്തെ യോഗാ ദിനം ആചരിക്കുന്നത്. ഡൽഹിയിലെ ചുവപ്പുകോട്ട, കർത്തവ്യ പഥ് തുടങ്ങിയ സുപ്രധാന കേന്ദ്രങ്ങളിലും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗ സംഗമത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള 10 ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ യോഗാ ദിന പരിപാടികൾ അരങ്ങേറി. പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശാഖപട്ടണത്തെ RK ബീച്ച് മുതൽ ഭോഗാപുരം വരെയുള്ള 26 കിലോമീറ്ററിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തുടനീളം യോഗ ആഘോഷങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന തത്സമയം സംപ്രേക്ഷണം ചെയ്തു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയുഷ് മന്ത്രാലയവുമായി സഹകരിച്ച് 81 കേന്ദ്ര സംരക്ഷിത സ്മാരകങ്ങളിൽ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ന് എല്ലാ ASI സ്മാരകങ്ങളിലേക്കും പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഡൽഹിയിലെ പുരാന കില, കർണാടകത്തിലെ ഗോൽ ഗുംബാസ്, ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം, രാജസ്ഥാനിലെ ചിത്തോർഗഡ് കോട്ട, മഹാരാഷ്ട്രയിലെ എലിഫന്റ ഗുഹകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ യോഗ പരിശീലിക്കാൻ ആയിരങ്ങൾ ഒത്തുചേർന്നു. 2014 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലും യോഗ ദിന പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. രാജ്ഭവനിൽ നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നെഹ്റു യുവകേന്ദ്ര പ്രവർത്തകർക്കൊപ്പം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ യോഗ ദിനാചരണത്തിൽ പങ്കെടുത്തു. എറണാകുളത്ത് ഇന്ത്യ ടൂറിസം സംഘടിപ്പിച്ച യോഗ പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തു. പരിപാടിക്ക് മുന്നോടിയായി സുരേഷ് ഗോപി വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. മലപ്പുറത്ത് കേന്ദ്രമന്ത്രി രാംദാസ് അഠാവലെയാണ് നേതൃത്വം നൽകിയത്. ലോകത്തിലെ സർവ്വചരാചരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന സന്ദേശമാണ് യോഗ ദിനാചരണത്തിലൂടെ ഭാരതം ലോകത്തിന് നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരത്ത് യോഗ ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ സർവ്വചരാചരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതാണ് ഭാരതത്തിന്റെ സന്ദേശം. വൺ എർത്ത് വൺ ഹെൽത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മാത്രം ഹെൽത്ത് അല്ല, ഈ പ്രകൃതിയിലുള്ള സർവ്വത്തിന്റെയും ഹെൽത്ത്. എല്ലാത്തിനെയും സംരക്ഷിക്കണം. എല്ലാത്തിന്റെയും ഹെൽത്ത് ഒരേ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ലോകം സംരക്ഷിക്കപ്പെടൂ. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ സംസ്ഥാനങ്ങളിൽ വിപുലമായി ആചരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും പരിപാടിയുടെ ഭാഗമായി.
ഗുജറാത്തിൽ വട്നഗറിൽ സംസ്ഥാനതല ആഘോഷത്തിന് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ നേതൃത്വം നൽകി. അഹമ്മദാബാദിൽ യോഗ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്തു. 60,000-ലധികം സ്ഥലങ്ങളിൽ 1.5 കോടിയിലധികം പേർ പങ്കെടുക്കുന്ന കൂട്ട യോഗ പരിപാടികളാണ് ഗുജറാത്തിൽ സംഘടിപ്പിച്ചത്. BSF അതിന്റെ എല്ലാ യൂണിറ്റുകളിലും പഞ്ചാബിലെ ആസ്ഥാനത്തും യോഗാ ദിനം ആഘോഷിച്ചു. അമൃത്സറിലെ അട്ടാരിയിലെ ജോയിന്റ് ചെക്ക് പോസ്റ്റിൽ പ്രത്യേക ചടങ്ങ് നടന്നു. യോഗയിലൂടെ ആരോഗ്യമുള്ള മനസ്സും ശരീരവും പാകപ്പെടുത്താൻ സാധിക്കുമെന്ന് ചലച്ചിത്ര താരം മോഹൻലാൽ. കൊച്ചിയിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ യോഗാദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല വിധങ്ങളായ പിരിമുറുക്കങ്ങളിൽ നിന്നും യോഗ നമ്മെ മോചിപ്പിച്ച് നമ്മുടെ തന്നെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ശ്വസന നിയന്ത്രണ കലയിലൂടെ ശരീരത്തിന്റെ താളത്തെ ശാന്തമാക്കുന്നു. നമ്മുടെ ശിരാപരങ്ങളെ സ്വാന്തനപ്പെടുത്തും. യോഗ പകരുന്ന ശാന്തിയിലൂടെ ജീവിതത്തെ സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കും. ശ്രീലങ്കയിലും അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ശ്രീലങ്കൻ മന്ത്രിമാർ, കായിക താരങ്ങൾ, വ്യവസായ പ്രമുഖർ തുടങ്ങി 1000-ലധികം പേർ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം വഷളാകുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധു പുരോഗമിക്കുന്നു. തുർക്ക്മെനിസ്ഥാനിലെ അഷ്ഗബാത്തിൽ നിന്നുള്ള പ്രത്യേക വിമാനം ഇന്ന് പുലർച്ചെ ന്യൂഡൽഹിയിലെത്തി. ഇറാനിൽ നിന്ന് 290 ഇന്ത്യക്കാരുമായുള്ള വിമാനം ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയിരുന്നു. ഇതോടെ ഇറാനിൽ നിന്ന് ഇതുവരെ 517 ഇന്ത്യൻ പൌരന്മാർ നാട്ടിലേക്ക് മടങ്ങി. ഇസ്രായേലുമായുള്ള സംഘർഷം പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ജനീവയിൽ യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രാൻസ്, UK, ജർമ്മനി, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. ഇസ്രായേൽ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇറാനെതിരായ ആക്രമണത്തെ പിന്തുണയ്ക്കണോ വേണ്ടയോ എന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നുള്ള ആണവ മലിനീകരണ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രാജ്യത്തെ ആണവ സുരക്ഷയുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും എന്നാൽ അത് ഇതുവരെ പൊതുജനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ആണവ മലിനീകരണത്തിലേക്ക് നയിച്ചിട്ടില്ലെന്നും ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി പറഞ്ഞു. 2030 വരെ ഇന്ത്യയുമായുള്ള ദീർഘകാല സഹകരണത്തിനുള്ള മോസ്കോയുടെ കർമ്മ പദ്ധതി ഉടൻ അന്തിമമാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇന്നലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിച്ച റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന പങ്കാളികളുമായി മോസ്കോ ദീർഘകാല സാമ്പത്തിക സഹകരണ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പരിപാടിയിൽ പങ്കെടുത്തു. പാരീസ് ഡയമണ്ട് ലീഗ് 2025 പുരുഷ ജാവലിൻ ത്രോ മത്സരത്തിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് സ്വർണം. 2 തവണ ഒളിമ്പിക് മെഡൽ ജേതാവായ ചോപ്ര ആദ്യ ശ്രമത്തിൽ തന്നെ 88.16 മീറ്റർ ദൂരമെറിഞ്ഞാണ് കിരീടം സ്വന്തമാക്കിയത്. ജർമ്മനിയുടെ ജൂലിയൻ വെബർ 87.88 മീറ്റർ എറിഞ്ഞ് 2ാം സ്ഥാനത്തെത്തി. ഇംഗ്ലണ്ടിലെ ലീഡ്സിൽ നടക്കുന്ന ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിയുടെ ആദ്യ മത്സരത്തിന്റെ ആദ്യ ദിവസം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റിന് 359 റൺസ് എന്ന ശക്തമായ നിലയിൽ. യശസ്വി ജയ്സ്വാൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ 5ാമത്തെ സെഞ്ചുറി നേടി. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി സ്വന്തമാക്കി. ഭീകരർക്കും അവരുടെ രക്ഷാധികാരികൾക്കും ശക്തമായ സന്ദേശം നൽകുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രകോപനമല്ല, മറിച്ച് നീതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ നിയന്ത്രിത നടപടിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ജമ്മു കശ്മീരിലെ ഉധംപൂരിലെ നോർത്തേൺ കമാൻഡിലെ സൈനികരുമായി സംവദിക്കുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. ഇന്ന് ലോക സംഗീത ദിനം. ഹീലിംഗ് ത്രൂ ഹാർമണി എന്നതാണ് 2025 ലോക സംഗീത ദിനത്തിന്റെ പ്രമേയം. നാഗാലാൻഡിൽ ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരേ മനസ്സോടെ യോഗയിൽ ഒന്നിച്ച് ലോകം. അതിർത്തികൾക്കപ്പുറം യോഗ എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രിക്കൊപ്പം യോഗാഭ്യാസത്തിൽ പങ്കെടുത്തത് 3 ലക്ഷത്തോളം പേർ. രാജ്യത്ത് 10 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളിൽ യോഗാദിന പരിപാടികൾ. കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യൻ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി കൊച്ചിയിലും രാംദാസ് അഠാവലെ മലപ്പുറത്തും യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്ന് 290 ഇന്ത്യക്കാരെ കൂടി രാജ്യത്തെത്തിച്ചു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ. പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.